നമ്മുടെ ആപ്പിയൻസ് ഇന്ത്യ തെരഞ്ഞെടുത്ത് ഏകദേശം 18 മാസമാണ്. നല്ല പ്രൊഡക്റ്റാണ്, നല്ലൊരു ഇൻകം കൂടിയാണ്, നല്ല പ്ലാനാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു MLM ഡയറക്ടറിനാണ് ആപ്പിയൻസ് ഇന്ത്യ. അതിന് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ അപ്ലൈ ചെയ്ത് സെക്യൂര മേഡം ഫോണിൽ വിളിച്ച് സംസാരിച്ചെങ്കിൽ ഞാൻ മൈൻഡാക്കിയില്ല. രണ്ടാമത് പിറ്റേന്ന് റസീന മേഡമാണ് സംസാരിക്കുന്നത്. ഫോണിൽ കൂടി ഒരു 20 മിനിറ്റ് എന്നോട് സംസാരിച്ചത് താണ്ട് എന്നെ വിഷമിപ്പിച്ച് ഒരുപാട് സംസാരിച്ചു. ഞാൻ ഫോൺ കട്ട് ചെയ്ത് പോകാന്നൊക്കെ വിചാരിച്ചു. എന്നാലും അവർ വിട്ടില്ല. ഒരു 20 മിനിറ്റോളം സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ജോയിൻ ചെയ്തിട്ട് ഒരു 10 ദിവസം ഒരു 10 മീറ്റിംഗ് കയറി. കേട്ടാലേ 10 മീറ്റിംഗ് കയറി. എന്നിട്ട് കുറച്ച് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് സതീശൻ സാറാണ് പ്രോഡക്റ്റ് ട്രെയിനിങ്. നല്ല പ്രോഡക്റ്റ് ട്രെയിനിങ് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കാര്യമാണെന്ന് ഞാൻ ചിന്തിച്ചു, ഏറ്റെടുത്തു. പക്ഷെ എൻ്റെ നാട്ടിൽ എനിക്കൊരു നില വരും. ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് എൻ്റെ വിജയത്തിന് കാരണം. ഒരു മാസം ഞാൻ ഇതിന്റെ പിന്നാലെ ഓടി. അന്നേരം കാലിക്കറ്റ് ഫസ്റ്റ് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ തൊട്ട് മുമ്പ് ഒരു 4 ദിവസം മുമ്പ് സുജിത് സാർ റസീന വിളിച്ച് സാറ് നിങ്ങൾ വരുമ്പോൾ നല്ലൊരു അച്ചീവ്മെന്റ് നേടിയെടുത്തിട്ടേ വരാം, സ്റ്റേജിൽ കയറാം, പവന്തി സാർ വരുന്നുണ്ട്, അവരൊക്കെ വരുന്നുണ്ട്, മെഡലും വാങ്ങിക്കണം. എനിക്ക് നല്ലൊരു ആവേശമാണ്. ആ സമയത്ത് ഫസ്റ്റ് റാങ്കാണ് മിനിസിപ്പി. മിനിസിപ്പി പിടിക്കണമെങ്കിൽ 10,000 ലെഫ്റ്റും 10,000 റൈറ്റുമാണ്. 10,000 രൂപ ലെഫ്റ്റും 10,000 രൂപ ലെഫ്റ്റുമാണ്. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ? രാത്രി പകലും എന്റെ കൂടെ കട്ടക്ക് നിന്ന് അക്കിം സാർ ഇവിടെ ഇല്ല, എടുത്തു പറഞ്ഞ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അക്കിം സാർ എന്റെ ടൗണിലാണ്. അവരെന്റെ കൂടെ കമ്പനി പറയുന്നത് 7 ദിവസമാണ്. 3 ദിവസം കൊണ്ട് ഞാൻ മിനിസിപ്പി എന്നിട്ട് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയി. പിന്നെ പിന്നോട്ടില്ല, മുമ്പോട്ട് തന്നെ പോയി. എന്നെ വിശ്വസിച്ച് വന്ന ഓരോ വ്യക്തികൾക്കും 2000 മുതൽ 4000 രൂപ വരെ ഡെയിലി വാങ്ങിക്കൊടുത്ത് എന്റെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഞാൻ ഇത് ഈ അച്ചീവ്മെന്റ് ഒരു മാസം എനിക്ക് വേണ്ടി വന്നില്ല. 15 ദിവസം കൊണ്ട് ഈ അച്ചീവ്മെന്റ് നേടിയെടുത്തു. അത് കാസർഗോഡ് ജില്ലയിലല്ല, കോഴിക്കോട് ജില്ലയിലല്ല, മലപ്പുറം ജില്ലയിലല്ല, കേരളത്തിലാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ 18 മാസം മുമ്പാണ് ഞാൻ നേടിയെടുത്തത്. ഇന്ന് വരെ ഒരാൾക്ക് മാറിക്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി മാറിക്കെടുക്കാൻ ഞാൻ വിടുകയും ചെയ്യും. അവൻ അവസാനം 1 മാസം പിന്നിട്ടു, 28 ദിവസം പിന്നിട്ടപ്പോൾ എന്റെ ടോട്ടൽ ഇൻകം ആദ്യത്തെ മാസമാണ്. ദേവൻ സാറും സുജിത് സാർ അവരൊക്കെ പറയാനുള്ള എന്റെ ആദ്യത്തെ ഇൻകം 450 രൂപയാണ്. വേറെ ലീഡർ പറയുന്നത് എന്റെ ആദ്യത്തെ ഇൻകം 140 രൂപയാണ്. എന്നാൽ എന്റെ ആദ്യത്തെ ഇൻകം HHIയിലൂടെ 28 ദിവസം പിന്നിട്ടപ്പോൾ 20,450 രൂപയാണ് ആദ്യം. ഒരുപാട് പേര് എന്റെ കൂടെ നിന്ന് ഒരുപാട് പേര് ലെഫ്റ്റും റൈറ്റും വന്ന് 10,000 BV അടിച്ച് മിനിസിപ്പി പിടിക്കുന്ന സമയത്താണ് ഈ അച്ചീവ്മെന്റ് ഞാൻ നേടിയെടുത്തത്. ഏകദേശം 17ഓളം ബൂസ്റ്റർ പാക്കേജ് ആണ് അന്ന് എനിക്ക് നിലവിൽ വന്നത്. അത് അന്ന് വന്നത് എന്ന് വെച്ചാല് അന്ന് ബൂസ്റ്റർ ഇൻകം 1000 BV ആണ്, 2000 റുപ്യാണ് സ്റ്റാർട്ടിങ് സമയത്ത്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് ബൂസ്റ്റർ ഇൻകം 1000 രൂപയാണ്. പക്ഷെ അന്ന് നോക്കുന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ ഞാൻ വാഷ് ഔട്ട് ആയി പോയി. അത് എത്രയോ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇന്നത്തെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വാഷ് ഔട്ട് ഇല്ല. ഒരുപാട് നഷ്ടപ്പെട്ടിട്ട് ഈ ഇത്ര നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് നഷ്ടപ്പെട്ട വ്യക്തി കൂടിയാണ് ബൂസ്റ്റർ ഇൻകം. ഞാൻ ഓക്കെ, സമയം ഒരുപാടായി നീട്ടുന്നില്ല. ഇത്രയാണ്